അതിരപ്പള്ളിയിലെ പരിക്കേറ്റ കാട്ടാനയെ കണ്ടെത്താൻ വനം വകുപ്പ് ഡ്രോൺ നിരീക്ഷണം തുടങ്ങി. സംരക്ഷിത വനത്തിനുള്ളിലേക്ക് കയറിയ ആനയെ കണ്ടെത്താനായില്ല. നേരത്തെ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ച് കാട്ടാനയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ദൗത്യം ഫലം കണ്ടിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി കെ അഖിലുണ്ട്. അഖിൽ, ഈ ആനയെ കണ്ടെത്താനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു? അതിന് നിലവിൽ, അതായത് ഈ എരച്ചാണി എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ആനയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് വനംവകുപ്പുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അരുൺ സക്രെ അടക്കമുള്ള സംഘാംഗങ്ങൾ, അതായത് നേരത്തെ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരുന്ന അരുൺ സക്രെ അടക്കമുള്ള സംഘാംഗങ്ങൾ ഇവിടേക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഫോറസ്റ്റ് ടീമുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂടി അവിടേക്ക് പോകും. ഇപ്പോൾ നിലവിൽ എന്തായാലും ഇതിന് മുകളിലായിട്ട് ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ആന അവിടെ ഉണ്ട് എന്നൊരു നിഗമനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചത്. കാരണം ഇന്നലെ തന്നെ ഈ നിബിഡ വനത്തിലേക്ക് കയറിപ്പോയ, അതായത് ഈ റിസർവ് ഫോറസ്റ്റിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയുള്ള ആനയെ ഫോറസ്റ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏകദേശം 1.5-2 കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്ത് കൂടിയാണ് ഈ ആന ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഇത്ര ദൂരം ആന സഞ്ചരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വാച്ചർമാരെയൊക്കെ തന്നെ ഈ ആനയെ എവിടെയുണ്ട് എന്ന് കണ്ടെത്തുന്നത് നിരീക്ഷിക്കുന്നതിനായിട്ട് ഈ വനം വകുപ്പ് നിയോഗിച്ചിരുന്നു. അവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്രോണുമായി ഒരു ഒരു പരിശോധന നടത്തുന്നതിനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഇവർ ഈ ഭാഗത്തേക്ക് വനത്തിനുള്ളിലേക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കയറിപ്പോയിരിക്കുന്നത്. അവരെന്തായാലും ഇപ്പോൾ വനത്തിനുള്ളിൽ ഈ ഡ്രോൺ കൊണ്ടുള്ള നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടേക്ക് അരുൺ സക്രെ അടക്കമുള്ള സംഘാംഗങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരിവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ കൂടി ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോകും. അതായത് ഒരു കൃത്യമായി ആനയെ ഡാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വനത്തിനുള്ളിൽ, അതായത് ഇന്നൊരു 4-5 മണിക്ക് മുൻപായി തന്നെ 4 മണിക്ക് മുമ്പ് കാണുകയാണെങ്കിൽ ഡാർട്ട് ചെയ്യാൻ കഴിയും. 5 മണിക്ക് ശേഷമാണെങ്കിൽ ആനയെ ഇന്ന് പിടികൂടാൻ, മയക്കുവെടിച്ച് പിടികൂടാൻ കഴിയില്ല. കാരണം നേരം ഇരുട്ടും മറ്റ് ആനകളുള്ള മേഖലയാണ്. അതൊക്കെ തന്നെ പ്രതികൂല ഘടകമോ. അങ്ങനെയെങ്കിൽ ഈ ആനയെ പിടികൂടുന്ന നാളത്തേക്ക് മാറ്റും. അത്തരത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കുങ്കികളെ കൊണ്ടുവരാനുള്ള സാധ്യതയും, നാളത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കുങ്കികളെ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകി ആനയെ പിടികൂടാനുള്ള ഒരു തീരുമാനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാവരും, അരുൺ സക്രെ അടക്കമുള്ള ഉദ്യോഗസ്ഥരുള്ളത്. അവർ അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ എരച്ചാണി മലയുടെ ഭാഗത്തേക്ക്, അതായത് ഈ അതിരപ്പള്ളി വനത്തിലെ എരച്ചാണി ഭാഗത്ത് ആനയുണ്ട് എന്നൊരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ ആന ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആന കാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ കയറിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ വനംവകുപ്പിന്റെ അതായത് വനംവകുപ്പിന്റെ അവരെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ പ്ലാന്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആനയെ ഡാർട്ട് ചെയ്ത്, അതായത് മയക്കുവെടി വെച്ച് പിടികൂടാനാവും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അവതാളത്തിലായി എന്ന് വേണം പറയാൻ. കാരണം ആന നേരെ റിസർവ് വനത്തിനുള്ളിലേക്ക് കയറിപ്പോവുകയായിരുന്നു. അത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അവർക്ക് എന്തായാലും ഒരു ഇതായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ആനയെ പിടികൂടുന്ന കാര്യത്തിൽ, അതായത് നേരത്തെ ആദ്യം ആന നിന്ന പ്രദേശത്ത് ഒരു കാരണവശാലും ആനയെ പിടികൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സംഘാംഗങ്ങളൊക്കെ തന്നെ പറയുന്നത്. കാരണം ആന അവിടെ നിന്നും മയക്കുവെടി ഏറ്റുന്ന സമയത്ത് ആന വീഴുകയോ മറ്റോ ഉണ്ടായാൽ ആനയ്ക്ക് അപകടം സംഭവിക്കാം. അതുകൊണ്ടാണ് അവർ ഈ പ്ലാന്റേഷൻ എന്നുള്ളൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ പ്ലാന്റേഷനിലേക്ക് ആനയെ കയറ്റണം എന്നൊരു തീരുമാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ ആനയെ ഇന്നോ നാളെയോ ആയി തന്നെ പിടികൂടി ചികിത്സ നൽകാനാവുമെന്ന് പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. ആനയ്ക്ക്, അതായത് ഈ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ ആനയുടെ മുറിവിലുള്ള മരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെക്കാൻ ഉള്ളൊരു തീരുമാനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിലുള്ളത്. ആനയെ പിടികൂടി ചികിത്സ നൽകുക, അതായത് ആനയുടെ നില കുറച്ച് ഗുരുതരമാണ്. കാരണം ആനയുടെ മസ്തകത്തിലാണ് ഈ മുറിവേറ്റിരിക്കുന്നത്. ആ മുറിവിൽ പഴുപ്പുണ്ട്, മുറിവിൽ അണുബാധയുണ്ട്. അതുകൊണ്ട് മുറിവിൽ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുങ്കികളെ എത്തിച്ചില്ലെങ്കിൽ പോലും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആനയ്ക്ക് ചികിത്സ നൽകാമെന്ന തീരുമാനത്തിലേക്ക് സംഘാംഗങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഈ വനത്തിൽ, അതായത് നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം പുറത്തുവിടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ വനത്തിനുള്ളിൽ, അതായത് റിസർവ് ഫോറസ്റ്റിനുള്ളിലേക്ക് പോയ ആ ആനയെ തിരഞ്ഞുകൊണ്ട് വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു. അവർ അതിന് പുറപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനാ